അല്പം മുമ്പ് ലിജോ സൂചിപ്പിച്ചിരുന്നു, അഹമ്മദാബാദിൽ തകർന്നു വീണ വിമാനത്തിലെ DVR കണ്ടെത്തിയിരിക്കുകയാണ്. ഗുജറാത്ത് ETS ആണ് വിമാനത്തിലെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡ് കണ്ടെത്തിയിരിക്കുന്നത്. DVR ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് കൈമാറും. കൂടുതൽ വിശദാംശങ്ങൾ അഹമ്മദാബാദിൽ നിന്ന് ശരത് ലാലാണ് നൽകുന്നത്. ശരത്ത്, ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഉണ്ടാവുക DVRൽ ആയിരിക്കുമെന്ന് ആദ്യം മുതൽ പറഞ്ഞു വരികയാണ്. എന്താണെങ്കിലും അത് കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏത് തരത്തിലായിരിക്കും മുന്നോട്ടുള്ള നടപടികൾ? മാത്രമല്ല, അഹമ്മദാബാദിൽ നിലവിലത്തെ ഒരു സാഹചര്യം അതെന്താണ്? സംഗീത, ഇന്ന് രാവിലെയുള്ള തെരച്ചിലാണ് ഫ്ലൈറ്റിലെ പ്രധാനപ്പെട്ട ഒരു റെക്കോർഡ് ആയ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ കോക്പിറ്റിലും അതേപോലെ തന്നെ ഈ ബോർഡിങ്ങിന്, അതായത് എയർ ഹോസ്റ്റസ് മുതൽ യാത്രക്കാർ വരെയുള്ള അവരുടെ സംഭാഷണ ശലകങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് റെക്കോർഡേഴ്സ് തെരച്ചിലിൽ കണ്ടുകിട്ടിയത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയാണ്. കാരണം അവസാന നിമിഷം ഈ എന്തായിരുന്നു ഫ്ലൈറ്റിനുള്ളിൽ നടന്നത് എന്നടക്കമുള്ള മുഴുവൻ വിവരങ്ങളും ശബ്ദ ശലകങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയും. എന്താണ് അവസാനമായി പൈലറ്റും കോ പൈലറ്റും തമ്മിൽ സംസാരിച്ചത്, എന്താണ് ADCക്ക് അവർ കൊടുത്ത കാര്യങ്ങൾ, ഇതടക്കമുള്ള ഒരു കൺഫേമിംഗ് റെക്കോർഡായിട്ടാണ് DVR പറയുന്നത്. 72 മണിക്കൂറിനിടയ്ക്ക് വരെയാണ് DVRന്റെ ഒരു സമയം. സ്വാഭാവികമായിട്ടും അതിന് മുമ്പേ തന്നെ 24 മണിക്കൂറിനിടയ്ക്ക് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് സംബന്ധിച്ചോളം അന്വേഷണ സംഘത്തിന് വളരെ വലിയ ഒരു നേട്ടമായിട്ട് ഇതിനെ കണക്കാക്കാം. പിന്നെ സംഗീത ചോദിച്ചതുപോലെ തന്നെ എന്താണ് അഹമ്മദാബാദിലെ ഇപ്പോൾ നിലവിലുള്ള അഹമ്മദാബാദിലെ സെർച്ച് ഓപ്പറേഷൻസ്, അതായത് രക്ഷപ്പെടുത്താനുള്ള ഓപ്പറേഷൻ ഇപ്പോൾ താൽക്കാലികമായിട്ട് അത് നിർത്തിവെച്ചിരിക്കുന്നു. പകരം ഫോറൻസിക് എവിഡൻസ് ശേഖരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ബാക്കിയുള്ള മനുഷ്യന്റെ അവയവങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ വിമാനം താഴെ വന്ന് പൊട്ടിത്തെറിച്ചതിൽ നിന്നുള്ള 1.5 കിലോമീറ്റർ അകലെ നിന്നുള്ള വിമാന അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളും ശേഖരിച്ചിരുന്നു. ഇത് 6 ബാഗുകളായിട്ട് ഇത് ഇന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. വളരെ വലിയ ഒരു ദുഷ്കരമായ ദൗത്യമാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനുള്ളത്. കാരണം ഹോസ്റ്റൽ, അതായത് മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ തന്നെ 20ഓളം വിദ്യാർത്ഥികളെ ഇപ്പോൾ കാണാനില്ലെന്ന പരാതി കൂടി വരികയാണ്. അതുപോലെ തന്നെ ആ കോട്ട റോഡിലെ തെരുവ് കച്ചവടം നടത്തുന്ന വ്യക്തികൾക്ക് ഇവിടെ കുടുംബത്തിലുള്ള അംഗങ്ങൾ നഷ്ടമായിട്ടുണ്ട്. അതിലിപ്പോൾ തന്നെ ഒരു സ്ത്രീയുടെ രണ്ട് മക്കളെ കാണാനില്ല. അതേപോലെ തന്നെ ഒരു അമ്മൂമ്മ അല്ലെങ്കിൽ തൻ്റെ കൊച്ചുമകനെ അന്വേഷിച്ച് നടക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് വളരെ വലിയ ഒരു ദുരന്തമാണ് വിമാനം താഴേക്ക്, അതായത് ഭൂമിയിലുള്ളവർക്ക് നേരിട്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഏകദേശം 35ഓളം പേർക്ക് പരിക്കുണ്ട്. അതിലുപരി പരിക്കേറ്റേക്കാൾ ഉപരി ദുരന്തത്തിൽ ഏർപ്പെട്ടവരുടെ എണ്ണം കൃത്യമായിട്ട് അറിയില്ല. കാരണം ഈ ഹോസ്റ്റലിലേക്ക് പതിച്ചത് വിമാനത്തിന്റെ ചിറകിലാണ് ഇന്ധനം ശേഖരിക്കുന്നത്. അത്രയും വിമാനം ഇന്ധനം ലണ്ടൻ വരെ പറക്കാനുള്ള ഇന്ധനം ശേഖരിച്ച ചിറകാണ് പൊട്ടി ഹോസ്റ്റലിന് മുകളിലും സമീപത്തും വന്ന് പതിക്കുകയും തീ പടരുകയും ചെയ്തത്. 1000-ലധികം ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില ഉയർന്നു എന്ന് തന്നെയാണ് ഫോറൻസിക് മേധാവി അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ വളരെ ദുഷ്കരമാണ് ഈ ഫോറൻസിക്കിന്റെ പരിശോധന എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഏതായാലും ഫോറൻസിക്കും DNA പരിശോധനയും അറിഞ്ഞാൽ മാത്രമേ എത്രത്തോളം മരണസംഖ്യ ഉയർന്നു എന്ന കാര്യത്തിൽ ഒരു നിശ്ചിതമുണ്ടാവൂ. ഏതായാലും ഇപ്പോൾ നിലവിൽ ഫ്ലൈറ്റിലെ യാത്രക്കാരുടെ DNA ടെസ്റ്റാണ് സംഗീത ഇപ്പോൾ നടത്തി കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള DNA ടെസ്റ്റിനുണ്ട് രഞ്ജിനി ഗോപഗോപൻ നായരുടെ DNA ടെസ്റ്റിന് വേണ്ടി അവരുടെ സഹോദരൻ ഇന്ന് രാത്രിയോടെ എത്തുമെന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നാളെ രാവിലെ അദ്ദേഹത്തെ DNA ടെസ്റ്റിന് വിധേയമാക്കും. കേരള സർക്കാർ ഭരണകൂടവുമാണ് ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ അടക്കമുള്ള ഏകോപനം നടത്തുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. സംഗീത.